When you're feeling far from home and the current is too strong, I won't leave you on your own. When the waters start to rise and the grey sky hides the light, coming close will be alright. Oh, 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 I'll be your haven in the storm. I won't let go. I'll be your fire in the cold. Don't let go. When the thunder starts to roll and it's best to clear the coast, I just hope you always know. Oh, oh, I'll be your haven in the storm. ആക്ച്വലി എനിക്ക് വലിയ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചിട്ട് ഒരു M4 മാരിയിട്ടൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ രജിസ്റ്റർ ചെയ്യിച്ചത്. പിന്നെ ആദ്യം ഞാനതൊരു ഫണ്ണായിട്ട് എടുത്തെങ്കിലും പിന്നെ വന്ന് ഈ ഒരു പ്രൊഫൈലിൽ എനിക്കൊരു ഇച്ചിരി ഇഷ്ടം തോന്നി. പിന്നെ പേരൻസ് തമ്മിൽ സംസാരിച്ചപ്പം എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമായി. അപ്പോൾ അതാണ് ലൈക്ക് പപ്പ പറയുന്നതാണ് എൻ്റെ കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി അപ്പം ഉണ്ടായിരുന്നത്. ബട്ട് എനിക്കാണ് ഫസ്റ്റ് ഇഷ്ടമായത്. ലൈക്ക് എനിക്ക് തോന്നി ലൈക്ക് ഞാൻ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പം ഞാൻ എന്തൊക്കെ വേണം ഒരാളിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതൊക്കെ സംഹൗ ആ ആളിലുണ്ടായിരുന്നു. സോ അത് ദൈവം കൊണ്ടുവന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയാൻ പറ്റില്ല. ഇത് നീ അതിനകത്ത് അടിക്കാൻ പാടില്ല. ഫസ്റ്റ് മീറ്റ് ഒഫീഷ്യലി എല്ലാവർക്കും അറിയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് മീറ്റ് ചെയ്തു എന്നാണ്. ബട്ട് അതൊക്കെ ഓൾഡ് ട്രഡീഷൻ. ഞാൻ കെട്ടാൻ പോകുന്ന ആളെ എനിക്കറിയണമല്ലോ. സോ ഞങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്തായിരുന്നു ലൈക്ക് വൈബ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹീസ് ഗുഡ്. എന്ത് സോ ബേസിക്കലി നമ്മൾക്ക് ഗേൾസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഫസ്റ്റ് അതെയോ എനിക്ക് ഒരു മിനിറ്റ് തരാം ബേസിക്കലി ഞാനെന്താ ചാച്ചനെ കാണാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യണമെന്ന് തോന്നിയില്ല. ലൈക്ക് ഞാൻ വളരെ പ്ലെയിൻ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ വീട്ടുകാർക്കറിയാവുന്ന എൻ്റെ ഏറ്റവും പ്ലെയിൻ റോ സെൽഫാണ് അച്ഛൻ കണ്ടത്. അല്ലാതെ ഞാൻ വലിയ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. I was okay, and like he was okay with it. He liked. I just wanted him to like the way I am. So yeah, it just happened. ഞങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടിക്കത്തില്ല, വലിക്കത്തില്ല. അതായിരുന്നു എൻ്റെ ഡീൽ ബ്രേക്കർ. ഞാൻ ആദ്യം ചോദിച്ച കാര്യം. ബട്ട് അങ്ങനെയല്ല, കുറച്ചുകൂടെ ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി ഗോഡ് ഫിയറിങ് ആണ്. എന്താ പറയുക, ഞങ്ങളുടെ മോറൽ വാല്യൂസും വളരെ സിമിലറാണ്. ലൈക്ക് അങ്ങനത്തെ തോട്ട്സ് കാര്യങ്ങളിലെല്ലാം ഞാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അച്ഛൻ ചിന്തിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ബാക്കിയെല്ലാം എന്തെങ്കിലുമൊക്കെ ലൈക്ക് എനിക്കുള്ളത് അച്ഛൻ ഒരു ഇച്ചിരി താന്നിരിക്കും, അച്ഛനുള്ളത് എനിക്ക് തീരെ കാണില്ല. അങ്ങനെയാണ്. സോ അതൊരു ബാലൻസിൽ പോകുന്നു. പോലെ
സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രഭാതത്തിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. തിരുമുൻപാകെ പ്രകാരം ചേർന്ന് വരുന്നതിന് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഭൂമിയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഒന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഒരുക്കി കർത്താവെ കുടുംബജീവിതം ഭൂമിയിൽ സ്ഥാപിച്ച ദൈവം അവിടുന്ന് ആകുന്നതുകൊണ്ട് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവെ ഒരുക്കപ്പെടുന്നതായ പ്രിയപ്പെട്ട മക്കളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മുന്നോടിയായി കർത്താവ് ഇന്ന് നടക്കുന്നതായ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ അവിടുന്ന് അനുഗ്രഹമാക്കുകയും ദൈവകൃപയാൽ നിറയപ്പെട്ടതായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവെ, നിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വൈതലിൻ്റെ വളർച്ചയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അവൾ കർത്താവെ അവളുടെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നവരുടെ സഹോദരിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവൾക്ക് കർത്താവെ വളരുവാൻ, കർത്താവെ പഠിക്കുവാൻ കർത്താവെ എല്ലാം അവിടുന്ന് സഹായിച്ചല്ലോ. അതിനുവേണ്ടി അനേകരെ അവിടുന്ന് കർത്താവെ എടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. അവളെ വിദ്യ അഭ്യസിപ്പിച്ചതായ ഗുരുക്കന്മാർക്ക് വേണ്ടി സ്തോത്രം. അവളെ ദൈവവചനം പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി സ്തോത്രം. അവളെ കാലാകാലങ്ങളിൽ കർത്താവെ ദൈവവചനം പറഞ്ഞ് നടത്തിയ പട്ടക്കാർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി സ്തോത്രം. കർത്താവെ, ജീവിത പരിസരങ്ങളിൽ ലഭിച്ച നല്ല ജീവിത ബന്ധങ്ങൾക്ക് വേണ്ടി സ്തോത്രം. കർത്താവെ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കി നൽകിയതോർത്ത് നന്ദി. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ അവിടുന്ന് ഭാഗ്യം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ മകൾ പ്രവേശിപ്പാനിരുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുക്കുന്നതായ തീരുമാനങ്ങളൊക്കെ തിരിഹിത പ്രകാരമുള്ളതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വൈദ്യരെ അവിടുന്ന് വാഴ്ത്തണമേ. അവൻ്റെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം. കർത്താവെ, ഇതിൻ്റെ മക്കളും കർത്താവ് കടന്നു വന്നിട്ടുള്ളവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവെ, ഇന്ന് കർത്താവെ കൂടി വരുന്ന ഇടത്ത് ദൈവസാന്നിധ്യം എല്ലാറ്റിലും അനുഭവിപ്പാനുള്ള കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. ഒരുമിച്ചുള്ള കൂടിവരവ്, ഒരുമിച്ചുള്ളതായ കർത്താവെ തീരുമാനങ്ങൾ എല്ലാം തിരുനാമ മഹത്വത്തിനും തിരുരാജ്യ കെട്ടുപണിക്കുമാക്കി തീർക്കണം. ദൈവത്തിൽ അധിഷ്ഠിതമായ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം വരുന്ന ആളിൽ കെട്ടുപണി ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായും ആത്മീയമായും കർത്താവെയുള്ള എല്ലാ ദൈവിക ബലവും കർത്താവിൻ്റെ മക്കൾക്ക് നൽകി കൊടുക്കണമേ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കുടുംബജീവിതം കർത്താവ് ഏറ്റവും ഭദ്രമായ വരും കാലങ്ങളിൽ മുന്നോട്ട് നയിപ്പാൻ ഇതിൻ്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കടന്നു വരുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി സ്തോത്രം. അവിടെ കൂടി വരുന്ന ദൈവജനത്തിനായിട്ട് സ്തോത്രം. അവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കണമേ. വിരുന്ന് സർക്കാരുകളൊക്കെ ഇവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, എല്ലാം സമൃദ്ധിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൽ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കുടുംബത്തെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമാക്കി ഇന്നയോളം ഈ ദേശത്തോട് ഇതിൻ്റെ മക്കളെ നിലനിർത്തിയ വലിയ കരുണയ്ക്കായി സ്തോത്രം. സഹോദര കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെയൊക്കെ ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഒത്തുകൂടി വരുവാൻ ഈ ഒരു സന്ദർഭത്തിൽ അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നല്ലോ. നന്ദി കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ദൈവകൃപ കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കുകയും ചെയ്യണം. ഇപ്പോഴത്തെ അടികളുടെ യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണം, സുരക്ഷിതമായി പരിപാലിക്കണം. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാണ്. ആഗമനങ്ങളെ സ്ഥിരമാക്കുന്ന യഹോവ അവിടുന്ന് മാത്രമായിരിക്കുന്നുകൊണ്ട് നന്ദി കർത്താവേ. കൃപയിൽ സൂക്ഷിച്ചാട്ട് കരുണയിൽ പൊതിയണം. ഈ ഭവനത്തെ മുദ്രയിട്ട് കാവൽ ചെയ്യണം. യേശു തമ്പുരാന്റെ പുണ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വസ്വത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കുക. ദുഷ്ടം രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹങ്ങൾ വാഴുകൾ നാം എല്ലാവരോടും വിവാഹ നിശ്ചയത്തിനായിട്ട് ഒരുക്കപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേലും ഇരുഭവനങ്ങളുടെ മേലും കൂടി വരുന്ന ദൈവജനത്തിന്മേലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
കയറി വരുവാൻ കാരണപ്രദനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെല്ലാവരും ചേർന്ന് വരുന്നു. വിശേഷമായി വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിസിക്ക് വേണ്ടിയും രുചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും പരിശ്രമത്തോടും കൂടി ആയിരിക്കുമ്പോൾ ഇത്രത്തോളം ആലോചന നൽകി വഴി നടത്തിയ ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാറ്റിൻ്റെയും മധ്യസ്ഥനായി അവിടുന്ന് കൂടെയുണ്ടല്ലോ. കാനാവിലെ കല്യാണ വീട് മനോഹരമാക്കിയ, ന്യൂനതകളെ പരിഹരിച്ച ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ട മക്കളുടെ ഇന്നത്തെ ശുശ്രൂഷയിലും തുടർന്നുള്ള ദിനങ്ങളിലും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സമയത്ത് പിന്തുടരണം എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. അവരുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ സെറമണി വളരെ അനുഗ്രഹപ്രദമായി നടത്തപ്പെടുവാൻ ദൈവം തമ്പുരാൻ്റെ കരുതലും സാന്നിധ്യം പകരണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ മുൻപോട്ട് വന്ന് പ്രസ്താവന ചെയ്യുന്നത്രേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്താൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സ് മർത്തോമ ഇടവകയിൽ റീസനിൽ ഭാരത ബീഹാർ കോളനിയിൽ താമസിക്കുന്ന തോമസ് ഡേവിഡിൻ്റെയും അമ്മിണി തോമസിൻ്റെയും മകൻ അജി തോമസ് ഇടക്കര ഇമ്മാനുവൽ മർത്തോമ ഇടവകയിൽ പള്ളിവാഹം പ്രാർത്ഥനക്കൂട്ടത്തിൽ ഉതുമ്പുഴിയിൽ ഈപ്പൻ മാത്യുവിൻ്റെയും ടെസിക്കുട്ടി മാത്യുവിൻ്റെയും മകൾ നിസി മേരി മാത്യുവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഇരു കൂട്ടരും ആലോചിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അവരുടെ വിവാഹ നിശ്ചയവും അതുപോലെ തന്നെ തുടർന്നുള്ള വിവാഹം എന്ന്, എവിടെ, എപ്പോൾ നടക്കണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയ്ക്കായിട്ടാണ് നിങ്ങളെല്ലാവരെയും വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഇവിടെ ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വധുവിൻ്റെ ഭവനത്തിന് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ചേർന്ന് വന്നിരിക്കുന്ന വൃദ്ധജനങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇടവജനങ്ങൾ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പേര് പറഞ്ഞ രണ്ടുപേരെ നമുക്ക് ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അജീം, നിസി രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം. അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടെ സ്റ്റേജിലോട്ട് പ്രവേശിക്കണം. എല്ലാവരും ഇവരെ കണ്ടല്ലോ. ഇപ്പോൾ വരൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിവാഹം എപ്പോൾ എവിടെ വെച്ച് നടക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം ഇവിടെ പ്രസ്താവിക്കുന്നതാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എന്നെ നിയോഗിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഞങ്ങൾ ഇരു കുടുംബങ്ങളും ആഗ്രഹിച്ച് വച്ചിരിക്കുന്നത് 13-ാം തീയതി ഒക്ടോബർ 2025 തിങ്കളാഴ്ച 11 മണിക്ക് കല്ലിമേൽ
സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് വെച്ച് വിവാഹം ശുശ്രൂഷ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇവിടെ പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരം ഞാനിവിടെ ഇപ്പോൾ വായിക്കും. ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ വാർഡ് നമ്പർ 4 കടുവിനാൽ ഹൗസിൽ ശ്രീ തോമസ് ഡേവിഡിൻ്റെയും ശ്രീമതി അമ്മിണി തോമസിൻ്റെയും മകൻ അജി തോമസും, ഇവർക്ക് കല്ലിമേൽ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയിൽ അംഗങ്ങൾ കൂടെയാണ്. അജി തോമസും എടക്കര ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയിൽ ഉദുംകുഴിയിൽ ഹൗസിൽ പള്ളിഭാഗം പ്രാർത്ഥനാ കൂട്ടത്തിൽ ഉദുംകുഴിയിൽ ഹൗസിൽ ശ്രീ അനീപ്പൻ മാത്യുവിൻ്റെയും ശ്രീമതി ടെസിക്കുട്ടി മാത്യുവിൻ്റെയും മകൾ നെസി മേരി മാത്യുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ഒക്ടോബർ മാസം 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കല്ലിമേൽ സെൻറ്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതിലേക്കാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ഇത് അംഗീകരിക്കാമല്ലോ? അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ എഴുത്തുകൾ ഇവിടെ 2 ഭാഗത്തു നിന്നുള്ളവർ മുൻപോട്ട് വന്ന് പരസ്പരം കൈമാറുന്നത്. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. നന്ദി കൊണ്ടെന്നെയുള്ളോം നന്നേ നിറയും നിൻ സന്നാഹമോടെ സ്തുതി പാടിടും നിൻ ദേവ സന്നാഹമോടെ സ്തുതി പാടിടും നിൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാരയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ ദോഷങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചോളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. തലമുറ തലമുറയോളം ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, വാഴ്ത്തപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച്
കൂടി വരുവാനും പ്രിയ മക്കളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് ഈ റിസപ്ഷനിൽ പങ്കെടുക്കുവാനും ദൈവം തമ്പുരാൻ നൽകി തന്ന വലിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തുകയും ഇത്രത്തോളം ഞങ്ങളെ ശക്തീകരിക്കുകയും നിന്റെ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും കരുണകളും നൽകി ഞങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കുടുംബങ്ങളുടെ നാഥൻ അങ്ങായിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടതായ ദൈവം തക്കതായ തുണി അവന് ഒരുക്കി നൽകുമെന്ന് വേദപുസ്തകത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയും ഈ സമൂഹത്തിൽ കുടുംബമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി നൽകുകയും ചെയ്യുന്ന വലിയ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അജിക്ക് വേണ്ടിയും നിസിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള കാലങ്ങളിൽ ദൈവത്തിൻ്റെ അനവരതമായിട്ടുള്ള കൃപാമുഖാന്തരങ്ങൾ അനുഭവിപ്പാൻ നിൻ്റെ മക്കളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും മാതാപിതാക്കളുടെ തണലിൽ വളരുവാൻ ദൈവം തമ്പുരാൻ അവർക്ക് അവസരം കൊടുത്തു. കർത്താവെ, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നുള്ള ദൈവിക കൽപ്പനകളുടെ അടയാളത്തിൻ്റെ ഫലമായി ദൈവമേ, നിൻ്റെ മക്കൾ ഒന്നായി ചേരുന്നതായ സാഹചര്യങ്ങളിലും നല്ല കുടുംബജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരുവാൻ തക്കോണം നിൻ്റെ മക്കളെ നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം നന്മകൾ കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണം, ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് അവരെ വളർത്തിയതായ അവരുടെ പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവിക മാർഗത്തിൽ വളർത്തിയെടുക്കുവാൻ നിൻ്റെ മക്കൾക്ക് കൊടുത്ത സഹായത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ക്ഷണിക്കപ്പെട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വന്യവൈദികരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദൈവിക കൃപകൾ അനുഭവിപ്പാൻ സ്വർഗം തുറന്ന് നല്ല അനുഭവങ്ങളെ നൽകുവാൻ തക്കോണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ടും തുടർന്നുള്ള നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ നിറയപ്പെടുവാൻ സഹായിക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഇടവകാരിയായിരിക്കും ബഹുമാനപ്പെട്ട ജോ മാത്യു അച്ഛൻ. നിലമ്പൂർ CSI ഇടവകയുടെ വികാരിയായിരിക്കും ബഹുമാനപ്പെട്ട ബിജു ജോൺ അച്ഛൻ. നമുക്കെല്ലാവർക്കും പരിചിതനായിരിക്കുന്ന നമ്മുടെ അജയ്കുമാർ അച്ഛൻ. പുല്ലഞ്ചേരി മാർത്തോമ ഇടവക വികാരിയായിരിക്കുന്ന ജിബിൻ M ഇടുക്കളയച്ചൻ. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട പാലാങ്കര ഇടവക വികാരി അജിത് ഉമ്മനച്ചൻ. നിലമ്പൂർ സെൻറ് തോമസ് മാർത്തോമ ഇടവക വികാരിയായിരിക്കുന്ന ഷിജു കെ എബ്രഹാം അച്ഛൻ. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഷിജു കെ എബ്രഹാം അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മളോട് സംസാരിക്കും. അതിനെ തുടർന്ന് പ്രാർത്ഥിക്കുകയും ഇവരെ പിന്നീട് പ്രത്യേകമായി പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ഭക്ഷണത്തിനായിട്ട് പിരിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷിജു അച്ഛൻ ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനമുള്ള അച്ഛന്മാരെ, വിവാഹ നിശ്ചയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട അജി, നിസി, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മാവേലിക്കരയിൽ നിന്നും ഈ ഇടക്കരയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുകയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, നമ്മളാരും എന്താ പറയുന്നത്, അധിക സമയം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം ഈ ഒരു പ്രത്യേക സമയത്ത് കേൾക്കുവാനോ അതിന് സമയം ചെലവഴിക്കുവാനോ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു നിയോഗമാണ്, ഇതൊരു ശുശ്രൂഷയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം ഒരു ഉടമ്പടിയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് പ്രവേശിക്കുന്നത് ഈ വലിയ ഉടമ്പടിയിലേക്കാണ്. ഇതിന് മധ്യസ്ഥൻ ഞങ്ങൾ ആരുമല്ല. ആരാണ് മധ്യസ്ഥൻ? ദൈവമാണ്. ദൈവത്തിൻ്റെ മധ്യസ്ഥതയിൽ നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്ന ഒരു ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടിയുടെ പ്രത്യേകത? ഉടമ്പടി ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തതാണ്. അത് ദൈവത്തോടായാലും മനുഷ്യരോടായാലും ഉടമ്പടികൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. ബൈബിളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, ഇത് സന്തോഷത്തിൻ്റെ ഉടമ്പടിയാണ്, ഇത് സമാധാനത്തിൻ്റെ ഉടമ്പടിയാണ്,
ഇത് സംതൃപ്തിയുടെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നിങ്ങളുടെ വിവാഹ ദിവസത്തിൽ സംഭവിക്കുന്നത്. കുടുംബജീവിതം ദൈവം മനുഷ്യർക്ക് വേണ്ടി കരുതിയ ഒരു വലിയ പ്രക്രിയയാണ്. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട അജിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിസിയെക്കുറിച്ചുമുള്ള പദ്ധതിയാണ്. ഈ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ ഇടങ്ങളിൽ ജനിച്ച് വളർന്നവരാണ്. സമയമായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. 2, കുടുംബജീവിതം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ കുടുംബജീവിതം ഒരു പദവിയാണ്. എന്താണ് പദവി? ഇതുവരെയും അജി ബാച്ചിലറായി, നിസിയും ബാച്ചിലറായി. ഇനിയും നിങ്ങൾ ആ പദവിയൊക്കെ വിട്ട് ഒരു പുതിയ പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു പദവിയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു പദവിയാണ്. ഈ പദവിയിലേക്ക് നിങ്ങളെ ഇന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കുടുംബജീവിതം ഒരു പദ്ധതിയാണ്, ഒരു പദവിയാണ്. 3, കുടുംബജീവിതം ഒരു പരിപാലനമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രൊവിഡൻസ് ആണ്, ഒരു പരിപാലനയാണ്. നിസി ഏകയായിരിക്കുന്നല്ല, അജി ഏകയായിരിക്കുന്നല്ല എന്ന് ചിന്തിച്ച് ദൈവം ഇരുവരെയും ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പരിപാലനമാണ് നിങ്ങളുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കുന്ന കുടുംബജീവിതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിപാലനമാണ് നമ്മെ എല്ലാവരും കുടുംബജീവിതത്തിൽ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പദ്ധതിയാണ്, ഇതൊരു പദവിയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനമാണ് എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ ഒരു മീറ്റിംഗിൽ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുകയാണ്, ഇപ്പോഴത്തെ ഈ ജന്മത്തിലെ ഭർത്താവിനെ തന്നെ അടുത്ത ജന്മത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ജന്മത്തിലെ ഭർത്താവിനെ തന്നെ ഇപ്പൊ വേണം, അടുത്ത ജന്മത്തിലും വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കാൻ പറഞ്ഞു. ഒരൊറ്റ മനുഷ്യര് ഏറ്റവും പുറകിൽ ഒരു ചട്ടയും കൊണ്ടുകൊടുത്ത ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി മാത്രം കൈവക്കും. അപ്പോൾ തിരുമേനിക്ക് വലിയ സന്തോഷം, കാരണം ഇതിനകത്ത് ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, എന്താണ് അമ്മച്ചിക്ക് ഈ ജന്മത്തിലെ ഭർത്താവിനെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു? അപ്പൊ അമ്മച്ചി എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ തിരുമേനി ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നുമല്ല, ഈ ജന്മത്തിൽ ഈ പുള്ളിയെ ഞാൻ ഒരുമാതിരി നന്നാക്കി എടുത്തിരിക്കുക. ഇനി അടുത്ത ജന്മത്തിൽ വേറൊരുത്തരെ കിട്ടിയാൽ ഇനി ആ പുള്ളിയെ നന്നാക്കാൻ പോകണം. ഈ പുള്ളി ഓൾറെഡി നന്നായി ഇരിക്കുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, കാതു പാടില്ല കാന്തന്, കണ്ണു പാടില്ല കാന്തയ്ക്ക്, എങ്കിൽ ദാമ്പത്യം കാന്തമായിടും, അല്ലെങ്കിൽ ദാമ്പത്യം കുന്തമായിടും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാതു പാടില്ല കാന്തയ്ക്ക്, കണ്ണു പാടില്ല കാന്തന്, എങ്കിൽ ദാമ്പത്യം കാന്തമായിടും. എന്താ കാന്തം? പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുന്തം. കുന്തം എന്താ? കിട്ടിയ ഒരു കുത്തുകൂടെ കൊടുക്കുക. എങ്കിൽ ദാമ്പത്യം അല്ലെങ്കിൽ ദാമ്പത്യം കുന്തമായിടും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബജീവിതത്തെ പറയുന്നത് ഭവനം എന്നാണ്. എന്താണ് ഭവനം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഭവനത്തിൻ്റെ ആ ഭാ എന്ന് മാറ്റിക്ക്. ഭാ മാറ്റിയ ഉറക്കെ പറ, വനം ആണോ? ഭവനത്തിൻ്റെ ഭാ മാറ്റിയ എന്താ? വനമാണ്. എന്താണ് വനം? വനത്തിൽ മുഴുവൻ ക്ഷൂദ്രജീവികളാണ്, അല്ലേ? എങ്കിൽ ആ ഭവനം വനമല്ല, ഭവനമായി തീരുന്നത് ആ ഭാ ഉള്ളത് കൊണ്ട്. അപ്പൊ ഭർത്താവ് പറയും, ആ ഭാ ഞാനാണ്. ഭാര്യ പറയും, അല്ല ആ ഭാ ഞാനാണ്. രണ്ടുപേരുടെ മത്സരമാണ്. എന്നാൽ ഞാൻ പറയും, ആ ഭാ ഭക്തിയാണ്. ഭക്തിയുള്ള ഇടം അത് ഭവനമാണ്, അതൊരിക്കലും വനമായി തീരുകയില്ല എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതത്തിൽ
3 നിയമങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, മൂല്യങ്ങൾ ഒരു കുടുംബ ജീവിതത്തിൽ വേണം. എന്ത് വേണം? മൂല്യങ്ങൾ, വാല്യൂസ് ഒരു കുടുംബ ജീവിതത്തിൽ വേണം. 2, ഒരു കുടുംബ ജീവിതത്തിൽ ചില നിയമങ്ങൾ വേണം, ലോസ്. 3, ഒരു കുടുംബ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ വേണം. ഞാൻ എന്താ പറഞ്ഞു? ഒന്ന്, മൂല്യങ്ങളില്ലാത്ത കുടുംബജീവിതം അത് അർത്ഥവത്തായ കുടുംബജീവിതമല്ല. നിയമങ്ങൾ ഇല്ലാത്ത കുടുംബജീവിതം അത് അർത്ഥവത്തായ കുടുംബജീവിതമല്ല. ലക്ഷ്യമില്ലാത്ത കുടുംബജീവിതം, പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും അർത്ഥവത്തായത് അല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരുടെയും കുടുംബമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു 3 പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ വാക്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആരും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒഴിച്ച് ആരും ബൈബിൾ കൊണ്ടുവരാഞ്ഞതുകൊണ്ട് ആരോടും വായിക്കാനായി ഞാൻ പറയുന്നില്ല. ഒന്ന്, ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഏറ്റവും അത്യാവശ്യം ഐക്യമാണ്. എന്താണ് ഐക്യമെങ്കിൽ? ഒന്ന്, they had spiritual unity. ആത്മീയ ഐക്യമുള്ള കുടുംബമായി. എന്തായിരുന്നു? ആത്മീക ഐക്യമുള്ള കുടുംബമായി. അവിടെ പറയുന്നു, അവർ ഇരുവരും ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? യെരുശലേമിലേക്ക് പെസഹ പെരുന്നാളിന് പോകുമായിരുന്നു. ആത്മീക ഐക്യമുള്ള ഒരു കുടുംബം. മാർത്തോമക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീക ജീവിതത്തിൽ ഐക്യം കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. മറ്റുള്ള കാര്യത്തിലൊക്കെ ഐക്യമുണ്ടെങ്കിലും എൻ്റെ ഭാര്യ പള്ളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഭാര്യ ഇടവ മിഷന് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആത്മീക ഐക്യത്തിൻ്റെ തോത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞും നിൽക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു, അവർ തമ്മിൽ ഒരാത്മീക ഐക്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആണ്ടുതോറും അവർ എവിടെ പോകുമായിരുന്നു? ദേവാലയം. കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ സ്റ്റുഡൻ്റായി അവിടെ ഒരു കുടുംബത്തിൽ 40 വയസ്സിന് ശേഷം അവിടെയുള്ള കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക രോഗം ബാധിച്ച് നഷ്ടപ്പെട്ടു. അവിടെയുള്ള അച്ചായൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, സഹോദരിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ഞായറാഴ്ചയും ആ കുടുംബത്തിനൊരു പ്രത്യേകത, കാഴ്ച ശക്തി ഇല്ലെങ്കിലും സഹോദരിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് സഹോദരൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ സഹോദരൻ്റെ ഭാര്യ കാഴ്ചയുള്ള വ്യക്തിയാണ്. അവർ ഈ പള്ളിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രിയപ്പെട്ടവരെ, കാഴ്ച ശക്തിയുടെ കുറവ് ഒരു എക്സ്ക്യൂസ് അല്ല, അത് ദൈവസന്നിധിയിൽ ആത്മീക ജീവിതം ഉറപ്പിക്കാനുള്ള സമയമാണ്. ഒരാത്മീക ഐക്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരാൾക്ക് 50%, ഒരാൾക്ക് 60% അല്ല. ആത്മീക ഐക്യം എപ്പോഴും ഒരുപോലെ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 2, ബന്ധങ്ങളിലെ ഐക്യം, യൂണിറ്റി ഇൻ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളിലെ ഐക്യം. ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ യെരുശലേം ദേവാലയത്തിൽ ആക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം മടങ്ങി വരുമ്പോൾ കൂടാരില്ല കർത്താവിന്. നമ്മൾ കുഞ്ഞുങ്ങളുമായി എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കൊച്ചനെ കൂടില്ലെങ്കിൽ ഭർത്താവ് നിങ്ങളെ വെച്ചേക്കോ? ഇല്ല. പള്ളു പറയേണ്ടത് മുഴുവൻ പറയും. നീ എങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു? കൊച്ചനെ എന്താ ശ്രദ്ധിക്കാഞ്ഞ്? നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ബന്ധങ്ങളിലെ ഐക്യമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബന്ധങ്ങളിലെ ഐക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രൈസിസ് ഇൻറ്റിമസി, പ്രതിസന്ധിയിലെ അടുപ്പം എന്ന് പറയുന്നത്. ക്രൈസിസ് ഇൻറ്റിമസി. ഭാര്യയുടെ പ്രശ്നം എൻ്റെ പ്രശ്നമെന്നും ഭർത്താവിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമെന്നും മനസ്സിലാക്കുന്നിടത്താണ് കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പ്രതിസന്ധി വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കണം. പ്രതിസന്ധിയിലെ ഐക്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ. 1, ക്രിറ്റിസിസം. 2,
കമ്പാരിസൺ, 3 കൺട്രോൾ. എവിടെ ക്രിറ്റിസിസം കൂടുന്നോ, വിമർശനം കൂടുന്നോ പ്രശ്നമാണ്. 2 കമ്പാരിസൺ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ടാകുന്നു. 3 അമിതമായ നിയന്ത്രണം. ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നല്ല വിവാഹ ജീവിതം എന്നത് ക്ഷമിക്കുവാൻ കഴിയുന്ന 2 പേരുടെ കൂടിച്ചേരലാണ്. നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത് ക്ഷമിക്കുവാൻ കഴിയുന്ന 2 പേരുടെ കൂടിച്ചേരലാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ആത്മീയ ജീവിതത്തിലെ ഐക്യത, ബന്ധങ്ങളിലെ ഐക്യത. 3 ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. സാക്ഷ്യ ജീവിതത്തിലെ ഐക്യത. ഈ കുടുംബത്തിൽ നാം കാണുന്ന ഒരു കാര്യം, ജോസഫിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ നീതിമാൻ ആയിരുന്നു. ഒരു കുടുംബത്തിലെ പിതാവിനെ കുറിച്ച് പറയുന്നു, അവൻ നീതിമാനായിരുന്നു. 2 മറിയെ കുറിച്ച് ബൈബിൾ പറഞ്ഞു, എന്താണ്? സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു കുടുംബനാഥനെ കുറിച്ച് നീതിമാനും, ഭാര്യയെക്കുറിച്ച് അവൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ എന്ന് പറയുന്നത് സാക്ഷ്യ ജീവിതത്തിലെ ഐക്യതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ടുള്ള കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സമയം വളരെ വേഗം കടന്നുപോയി. സാക്ഷ്യത്തിലുള്ള ഒരുമ, ബന്ധങ്ങളിലെ ഒരുമ, അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലെ ഒരുമ ഏറ്റവും ആവശ്യമാണ്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്ന കുടുംബജീവിതം അവർക്ക് ഏറ്റവും അനുഗ്രഹവും ഏറ്റവും നന്മകളുടെയും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും വിവാഹം ആലോചിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. 1 ഏജ് എന്നുള്ള കാര്യമാണ്. ചെറുക്കൻ്റെ വയസ്സെത്ര, പെൺകുട്ടിയുടെ വയസ്സെത്ര. 2 ബ്യൂട്ടി, എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. 3 ക്യാരക്ടർ, സ്വഭാവം എങ്ങനെയുണ്ട് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും. D എന്ന് പറയുന്നത് ഡൗറിയാണ്. സ്ത്രീധനം എത്ര കിട്ടും, എത്ര കൊടുക്കും എന്നുള്ളതാണ്. E എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. പെൺകുട്ടി എത്ര പഠിച്ചു, ആൺകുട്ടി എത്ര പഠിച്ചു. F എന്ന് പറയുന്നത് ഫാമിലി, പെൺകുട്ടിയുടെ ഫാമിലി എങ്ങനെയുണ്ട്, ചെറുക്കൻ്റെ ഫാമിലി എങ്ങനെയുണ്ട്. അവസാനം G ഗോൾഡ്. എന്നാൽ ഞാൻ പറയും ഗോഡ്, ദൈവ ഭയമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. എയും ബിയും സിയും ഡിയും ഇയും എഫും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. G ഗോൾഡ് അല്ല, എന്താണ്? ഗോഡ്, ദൈവ ഭയമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്യോന്യ വിവാഹിതരാകുമ്പോൾ നിറസാന്നിധ്യമല്ല, നിത്യ സാന്നിധ്യമായി തീരട്ടെ. മുൻഗണനകളെ മാറ്റി നല്ല ഗുണങ്ങളെ ജീവിതത്തിൽ പ്രാപിച്ചു കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവകയിലെ പ്രിയപ്പെട്ടവരോടും ഈ കുടുംബത്തിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ ഞങ്ങളുടെ ദൈവമേ, നീ അവിടെ ഞങ്ങളെ കുടുംബങ്ങളായി നിയോഗിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയകാല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു കാഴ്ചയോടെ സ്ഥാപിക്കുന്നതായ പ്രിയപ്പെട്ട മകൻ അജിക്കായിട്ടും പ്രിയപ്പെട്ട മകൾ നിസ്സയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാൾ ജീവിതത്തിൽ കർത്താവെ നീ അവിടുന്ന് പ്രിയപ്പെട്ടവരെ വഴി നടത്തി, നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ളതായ വഴികൾ കർത്താവെ നിന്റെ പരിപാലനം ഉണ്ടായിരുന്നു, നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിലൂടെ കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ദൈവികമായ ഒരു പരിപാലനമുള്ളതായ ഒരു കുടുംബമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ നിരന്തരം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് നടത്തുന്നതായ വഴികൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി കർത്താവെ, സകലത്തിലും ദൈവമേ നിന്നെ മുറുകെ പിടിക്കുവാൻ, നിന്നെ മുൻനിർത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ വിവിധമായ കർത്താവെ വെല്ലുവിളികളുടെ മുൻപിൽ പതരാതെ കുടുംബമായി കർത്താവെ പ്രിയപ്പെട്ടവരെ നിയോഗിക്കുമ്പോൾ കർത്താവെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതായ പദവിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകകാല കർത്താവെ, ഇരുവരുടെയും മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം, സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവെ കടന്നു വന്ന് കർത്താവെ ഈ ഒരുമിച്ചുള്ളതായ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവമേ നീ സഹായിക്കുന്നല്ലോ, നന്ദിയുടെ സ്തോത്രം. കർത്താവെ, തിരുവചനം ഞങ്ങൾക്ക്
കർത്താവെ പറഞ്ഞു തന്നതായ പ്രിയപ്പെട്ട ശുചിവചനായിട്ട് സ്തോത്രം. കർത്താവെ നീ കൂടുതലായി അവിടുന്ന് ബലപ്പെടുത്തണമേ. തിരുവചന പ്രകാരം കർത്താവെ ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ കുടുംബജീവിതം കർത്താവെ കെട്ടുപണി ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നിയമങ്ങൾ, ദൈവികമായ മൂല്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ എപ്പോഴും കർത്താവെ മുൻനിർത്തുവാൻ കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ വാഴ്ചണമേ. വന്ന് ചേർന്നിരിക്കുന്ന വൈദികർക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെയും കർത്താവെ ദയാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്ന് വിവാഹത്തിൻ്റെതായ ഒരുക്കങ്ങളൊക്കെയും കർത്താവെ ഉണ്ടല്ലോ, അതിലൊക്കെയും ദൈവമേ നിൻ്റെ കൃപ, നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിൻസി. ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് ജിൻസി. ഞാൻ നിസ്സിയുടെ മാവിയുടെ മോളാണ്, അവളുടെ ആൻറ്റിയുടെ മോള്. ഈ ഒരു നല്ലൊരു ഒക്കേഷനിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കൂടി ചേരാൻ പറ്റുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് അതിയായുണ്ട്. നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ക്വിക്ക് എല്ലാവരെയും ഒന്ന് വെൽക്കമും ചെയ്യാം. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുടുംബജീവിതം എന്താണെന്നറിയാം. ഈ കളറൊക്കെ കഴിയുമ്പം അതങ്ങോട്ട് മാറും. പിന്നെ ശരിക്കും അങ്ങോട്ട് കയറുമ്പം വനമാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. താങ്ക് യു അച്ഛൻ നല്ല വാക്കുകൾക്കായിട്ട്. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അജയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം എന്തായാലും നിസിയുടെ സൈഡിലായതുകൊണ്ട് അവൾ ഓൾറെഡി എന്നോട് പറഞ്ഞു ഇച്ചിരി ഒന്ന് പൊക്കി പറയണമെന്ന്. അതിനുവേണ്ടി ഒന്ന് ചെറുതായി പൊക്കി പറയാം. എന്നെക്കാട്ടി ഒത്തിരി ജൂനിയറാണ് നിസ്മോള്. ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പം ഞങ്ങൾ പഠിക്കാനൊക്കെ വരുമ്പം മിക്കവാറും ഞങ്ങൾ അവിടെ ആണ് നിന്ന് പഠിക്കുന്നത്. അപ്പം മിക്കവാറും ഞാൻ നിശയും കൂടി അടിയായിരിക്കും. നല്ല അടി എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയാണെന്നോ അവരനിയത്തിമാരാണെന്നോ എന്നുള്ള അതൊന്നും ഇല്ല. ഞാൻ അവിടുത്തെ മൂത്ത മോളാണ്. ആ ഒരു സ്വകാര്യ അഹങ്കാരം എനിക്ക് ചില സമയത്തുണ്ട്. ആദ്യം അത് പറഞ്ഞേച്ച് ഞാൻ തുടങ്ങാറുള്ളൂ. ബട്ട് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആൻഡ് വെരി സ്വീറ്റ്. അവൾ അത്യാവശ്യം നല്ലപോലെ ഇൻഡിപെൻഡൻറ്റുമാണ്. ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, പണ്ട് തൊട്ടേ ഫുഡ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് വിഷിങ് യു ബോത്ത് ഓൾ ദ വെരി ബെസ്റ്റ്. ലൈഫ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ you will have so many obstacles, so many mountains to go over, but അച്ഛൻ പറഞ്ഞ പോലെ have that faith, hold on and move forward, and I wish you all the very best. ഇത് പറഞ്ഞ് നമ്മൾ ഇനി അടുത്തത് കേക്ക് കട്ടിങ്ങിലോട്ട് പോകുകയാണ്. അതിന് മുമ്പായി I now invite Nisimol's parents, George Chandas Mama and Nisha to come on to the stage, and also Aji's parents and brother to come on to the stage, please. ഒരു നല്ല കൈയടി കൊടുക്കാം. ജിൻസിയുടെ അമ്മാച്ചനാണ്. ജിൻസി എന്നാണ് പേര് വേണ്ടത്. ഭാര്യയുടെ പേര് ജിൻസി എന്നാണ് കേട്ടോ. നിസിയുടെ അമ്മാച്ചനാണ് ഞാൻ. നിസിയുടെ ഒരേ ഒരു അമ്മാവൻ എന്ന് വേണമെങ്കിൽ പറയാം. നിസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉദിൻകുഴി കുടുംബത്തിനും മാമ്മൂട്ടിൽ കുടുംബത്തിനും സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ
ഒരു പേരക്കുട്ടി ആദ്യമായി വിവാഹിതയാകുന്നു. അതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. കാരണം ഞങ്ങളുടെ മാമ്മൂട്ടി കുടുംബത്തിലെ ആദ്യത്തെ ചെറുമകളാണ് നിസി. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നിസിയും നിഷയും ഞങ്ങളുടെ മാമ്മൂട്ടി കുടുംബത്തിലാണ് ജനിച്ചതും അവളുടെ നല്ല കാലം വളർന്നതും ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടൊപ്പമാണ്. ഇന്ന് സങ്കടകരമായ ഒരു കാര്യം ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഈ അവസരത്തിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഏറെ സ്നേഹിച്ച 2 കുട്ടികളാണ് നിസിയും നിഷയും. അവരുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നാണ്. ഇവർ വീട്ടിലെ ചെറുതാൻ്റെ പോലെ വളരെ സന്തോഷത്തോടുകൂടി അവരോടൊപ്പം കളിച്ച് ഞങ്ങളുടെ മാമ്മൂട്ടിൽ വളർന്നതാണ് നിസിയും നിഷയും. അവർ അവസാനമായി എന്നോട് പറഞ്ഞ ഒരു കാര്യം, നീ എവിടെയായിരുന്നാലും ഇവരുടെ ഒരു കാര്യം വരുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകണം. ഞാനിന്ന് ഇന്ന് ഏറെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ഈ അവസരത്തിൽ ഞാൻ അവരുടെ മുൻപിൽ അവർ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോറി, ഞാൻ ഇത്ര ഇമോഷണലായി പോയി. കാരണം ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ചിന്തിച്ചു പോയതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിസിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി. ഞാനിന്ന് ആദ്യമായിട്ടാണ് അജിയെ പരിചയപ്പെടുന്നത്. അജിയെ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ രാവിലെ സ്വീകരിക്കാനായിട്ട് പോയി. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ കണ്ടപ്പോൾ, ഇന്നാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു വരനെ നിസി കണ്ടെത്തി. അതിലെനിക്കേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നിസി. നിസിക്ക് നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഞങ്ങൾക്കൊരു പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അമ്മയുടെ സൈഡിൽ നിന്ന് സംഗീതത്തിനോട് എന്തോ ഒരു അളവറ്റ ഒരു എന്താ പറയുന്നത് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പാട്ട് പാടും. ആ ഒരു ടാലൻറ്റ് കിട്ടിയിരിക്കുന്ന ഒരേ ഒരാളെ എനിക്ക് തോന്നുന്നു നിസിക്ക് മാത്രമാണ്. നിസി ഞങ്ങൾ 1-2 ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിസിക്ക് പാടുകയൊക്കെ ചെയ്തിരുന്നു. നല്ല പ്രൊഫഷണലായിട്ടുള്ള ആൽബം വളരെ ഭംഗിയായിട്ട് നിസി ആൽബത്തിൽ പാടുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ നല്ല ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ നിസി എന്നുള്ളതിൽ എനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. അതോടൊപ്പം നിസി ഞങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വലുതായി. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ട് എപ്പോഴും അടുപ്പവും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. ഈ ഉദിൻകുഴി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ സെക്കൻഡ് ഹോമായിരുന്നു. കാരണം ഞാൻ മാമ്മൂട്ടിൽ ചങ്ങനാശ്ശേരി ആണെങ്കിലും എൻ്റെ ഹൃദയവും എല്ലാം ഈ നിലമ്പൂരിലെ ഉദിൻകുഴി കുടുംബത്തിലാണ്. കാരണം എൻ്റെ മൂത്ത ചേച്ചി, അതോടൊപ്പം തന്നെ അളിയൻ, അവരെ ഞാൻ സ്നേഹിച്ചിരുന്നു. കാരണം എൻ്റെ സഹോദരിയല്ലേ ഒരു അളിയനെ വഴി അവരെ മാതാപിതാക്കന്മാരുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരുന്നത്. അവർ എൻ്റെ പേരൻസിനെയും അവരെല്ലാം ഇവിടെ ശുശ്രൂഷിക്കുകയും എൻ്റെ പേരൻസിൻ്റെ അന്ത്യനാളുകളെല്ലാം ഈ ഉദിൻകുഴി കുടുംബത്തിലായിരുന്നു. അവർക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം നടത്തി. അവർക്ക് അന്ത്യകർമ്മങ്ങൾ അവർ ഈ എടക്കരയിലെ മുണ്ടയിലെ ഭവനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അവരുടെ സ്നേഹവും അന്ത്യനാളുകളിൽ അവരെ പരിചരിച്ച ഇവരുടെ ആ ഒരു സംരക്ഷണം മൂലം അവരുടെ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും ഈ കുടുംബത്തോടുണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഒരു പ്രശ്നങ്ങളോ അല്ലെ ഒന്നും സംഭവിക്കുകയില്ല. ഇവർക്ക് നല്ലൊരു ഭാവി, അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കൊണ്ട് ഇവർക്ക് നല്ലൊരു ഭാവി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഞാൻ ഈ വാക്ക് ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ മാതാപിതാക്കന്മാരെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ ചേച്ചിയും ചേട്ടനെയും കാണുന്നത്. ഞാൻ അവരെ മാതാപിതാക്കന്മാർക്ക് തുല്യം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. എന്നെ ഒരു മകനെ പോലെ തന്നെയാണ് അവരെ കരുതിയിരുന്നത്. കാരണം ഞാൻ ഒറ്റ ഒരു സഹോദരനുള്ള എൻ്റെ ചേച്ചിക്ക് അവർ എന്നെ ഇതുപോലെ പരിചരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആണിക്കല്ലായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എപ്പോഴും ഈ കുടുംബത്തോട് ഞങ്ങൾക്കെന്നും ഒരു കടമയും ഉണ്ടായിരിക്കും. എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് ഈ കാര്യം പറയുന്നതിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും, പ്രത്യേകിച്ച് അജിയോട് എനിക്ക് പറയാനുള്ളത്, അജി ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഒരു പെൺകുട്ടിയെ ലഭിച്ചതിൽ. കാരണം അവൾ അതുപോലെ നല്ല നിഷ്കളങ്കയാണ്, നല്ലൊരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും, മാമ്മൂട്ടി കുടുംബത്തിൻ്റെയും ഉദിൻകുഴി കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്,
നിങ്ങൾ എത്രത്തോളം ഞങ്ങളോട് സഹകരിച്ചു, ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതിൽ പ്രത്യേകിച്ച് എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തികൾക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടെ പരിപാടി അവസാനിക്കുകയല്ല. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവിധ കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ദൈവം കൊടുത്ത താലന്തുകൾ അവർക്ക് വികസിപ്പിക്കുവാൻ, അവർക്കത് വ്യാപാരം ചെയ്യുവാനുള്ള അവസരങ്ങളോട് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ കഴിവതും ഇരുന്ന് കാണുന്നവരൊക്കെ കണ്ടിട്ട് കടന്നു പോകാവൂ. അതുകൂടെ ഈ അവസരത്തിൽ ഓർപ്പിക്കും. ലിസിക്കും ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയും അഭിനന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. ലിസി പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു ഞാൻ. എൻ്റെ സഹധർമ്മിണി അവിടുത്തെ ഡയറക്ടറായിരുന്നു, ഇംഗ്ലീഷ് ടീച്ചറുമായിരുന്നു. അതുകൊണ്ട് ലിസിക്ക് ഇംഗ്ലീഷിലൊക്കെ നല്ല ഫ്ലുവൻസി ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന് ഞങ്ങളുടെ പ്രാർത്ഥന ഈ സമയത്ത് നേരുന്നു. താങ്ക് യു. Wasn't looking for answers or someone to hold. Thought I found peace and that was enough. Living in the moment for a time when nothing could be broken. Oh, 'cause I had nothing to lose and no one to love. But now my heart is stolen. Never felt like I was alone.
I'd pay at losing you. Every little moment is a part of something unspoken from the start, 'cause it's always been you. ഒരു ബന്ധം നിസിയോട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോലിയുടെയൊക്കെ തിരക്കിൻ്റെ ഇടയിലും കല്യാണത്തിന് ഓടി വന്നത്. അപ്പോൾ നിസിക്കും അജിക്കും നീയുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഏറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് വീട്. ഞാനും ഹസ്ബൻഡും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ മെയിൽ റിട്ടയർ ചെയ്തു. ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നു കോട്ടയം കളക്ടറേറ്റിൽ. പിന്നെ എനിക്ക് ഈ കുടുംബത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് പിന്നെ നിസിയുടെ അമ്മാച്ചൻ ജോമോനുമായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ലീവ് എടുത്താണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഈ മക്കൾക്ക്, അതായത് അജിക്കും നിസിക്കും സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. नजर में छुपा लूं हम जब से मिले थे है मांगा यही तू और मैं हो साथ में ही कायनात से मांगा मिल गया वही मिल गया तू
പുന്നാന കുന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരും സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂം പൊട്ടുകൾ തൊരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാൻ നിന്നേകനാ കേഴുമി കൂടിനുള്ളിൽ എതിരേൽക്കുവാൻ വന്നവോ തിങ്കളേ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവം തീരവും വേർപിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂത്തിങ്കളേ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് തഴുകുന്ന കാറ്റിൽ താരാട്ടുപാട്ടിൽ വാത്സല്യം രാപ്പാടിയേകും നാവേറ്റുപാട്ടിൽ നൈർമല്യം തളിരിട്ട താഴ്വരകൾ താളമേന്തുന്നു തണുവണി കൈകളുള്ള മാത്രമാകവേ മൂകുളങ്ങരുളണിയേ കിരണമക്കതിരണിയേ ഉള്ളിൽ ആരോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൽ തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ
കുഞ്ഞുറങ്ങുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗവിളകും വാരിളപ്പൂക്കളെ ഉണരുമ്പോ രാവലിയുമ്പോ ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപമെന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മായുന്നു വെണ്ണിലാവും നിൻ പാട്ടും പൂഴിമഞ്ഞിൽ നിൻ കാലടി പാടും തോഴി പെയ്യാതെ വിങ്ങിനിൽ പൂവിൻ മേഘം കാത്തു നിൽപ്പൂ ദൂരെ ശ്യാമയാം ഭൂമി വീണ്ടും ഓരോർമതൻ മാഞ്ഞു പോവതൻ നിൻ രൂപം ഓരോർമയാൽ മാഞ്ഞു പോവതൻ നിൻ രൂപം യാത്രയായി സൂര്യാകുരം ഏകയായി നീലാംബരം ആർദ്രമാം സ്നേഹം തേടി നോവുമായാരോ പാടി യാത്രയായി സൂര്യാകുരം ഏകയായി നീലാംബരം ആർദ്രമാം സ്നേഹം തേടി നോവുമായാരോ പാടി യാത്രയായി സൂര്യാകുരം ഒരു പൊന്മാനിനെ തേടി നാം പാഞ്ഞു കാതരമോഹങ്ങൾ കണ്ണീരിൽ മാഞ്ഞു മഴവില്ലി മണിമേട ഒരു കാറ്റിൽ വീണു മണ്ണിലെ കളിവിടും മാഞ്ഞുവോ എന്നതും മധുരമതോമയായി മണ്ണിലെ കളിവിടും മാഞ്ഞുവോ എന്നതും മധുരമതോർമ്മയായി മരുഭൂവിലുണ്ടോ മധുമാസ തീർത്ഥം അല്ലിമലക്കാവിൽ പൂരം
കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്ന് മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടി പാടി അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. താങ്ക് യു. The phone rang, caught me off guard. I know this feeling. No, I'm dreaming. Heads, tails, throw in another one. But I've known its meaning all along. This is that right place and that right time, standing on the front lines. This was our fire, still burning, every ember burning. Hide and see, we've only just begun. Bells they're ringing, I know this feeling. A sea of change, I will admit, something I couldn't soon forget. But would it have it any other way? This is that right place and that right time, standing on the front lines. This is our fire, still burning, every ember burning. And it's only just begun, only just begun. We've only just begun, only just begun, we've only just begun. We'll move away from past mistakes, we're sleeping now, I'm wide awake. Close my eyes and something saying just keep dreaming. Grace and wisdom fight this feeling, change my way of morning greeting. Opened eyes but something saying just keep dreaming. Far away from past mistakes, we're sleeping. This is that light inside that close our eyes and something saying just keep dreaming. ओ देसी दिल मिला मची, ओ तड़प रही से। जब देखो बनारी लाल पीली अखियाँ, जब देखो बनारी लाल पीली अखियाँ, मैं नहीं डरता, भले ही डरो अखियाँ, मैं नहीं डरता, भले ही डरो अखियाँ। Make it pop, 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 pop like this. Make it knock, 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 knock like
this, make it pop, 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 pop like this, make it not like this. तेरी सुपर डुपर कमरिया हाथ में डाले हाथ नचेंगे सारी रात आज मिला है हमको सुपर सुपर सांवरिया दाएं से थोड़ा बाएं से हो आज हिला दे सारी दुनिया जब देखो बना दी लाल पीली अखियां जब देखो बना दी लाल पीली अखियां मैं नहीं डरता भले ही डरो अखियां मैं नहीं डरता भले ही डरो अखियां Pop, 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 pop like this, make it not like baby झिमकी 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 பொண்ணு மினுக்கி 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 கண்ணு வருதே அலையாட்டம் வாக்கிங் வரும் சாக்லேட் சிலையாட்டம் டஸ்கி 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 ரோஸ் ஹஸ்கி 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 வாய்ஸ் ஊரல் அழகாட்டம் ஊருக்குள்ள ஏஞ்சல் நடமாட்டம் என்ன கட்டி இழுத்தவ நீதானே நானும் இப்போ உனக்கு ஒரு ஃபேன் தானே என்ன வந்து ஒரசுற சாக்குல உயிரில தாக்குற கலவர கோல் மீனே எக்கச்சக்க அழகனும் நீதானே கொஞ்சம் கொஞ்சம் பழகனும் நான் தானே அழக பறகிற கையில கரைகிற மயில அமுதத்தை தெளிச்சானே ഡാൻസേഴ്സ് ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും ന്യൂയോർക്ക് കൊച്ചിയാക്കും മെൽബോണും വേണേൽ കുന്നംകുളമാക്കും മിഡിൽ ഈസ്റ്റ് മലബാറും നിന്റെ ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും ന്യൂയോർക്ക് കൊച്ചിയാക്കും മെൽബോണും വേണേൽ കുന്നംകുളമാക്കും മിഡിൽ ഈസ്റ്റ് മലബാറും വേഷം നോക്കി വെറുക്കില്ല നിന്റെ അന്നം ഇവിടെ മുടക്കില്ല വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല ഇളയം കളിയുടെ നാടാ അയ്യപ്പന്റെ നാടാ പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ നങ്ങലിയുടെ നാടാ കൊച്ചുണ്ണിയുടെ നാടാ വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചൊര മണ്ണാടാ ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ വിധി കടലു കടന്നൊരു വിളിയ മലയാളി ഫ്രം ഇന്ത്യ ദുബായ് ജപ്പാൻ കൊറിയ USA UK മലേഷ്യ എന്തിന് ചന്ദ്രന് പോലും
रेंट लगा रे मैं नाचा तो सबको करंट लगा रे रेंट लगा रेंट लगा रेंट लगा रे मैं नाचा तो सबको करंट लगा रे ठुमका मेरा एक्सीलेंट लगा रे मैं नाचा तो सबको करंट लगा रे तू नाचा तो सबको करंट लगा रे रेंट लगा रेंट लगा रेंट लगा रे मैं नाचा तो सबको करंट लगा रे ठुमका मेरा एक्सीलेंट लगा रे मैं नाचा तो सबको करंट लगा रे I'm gonna love you all my life. I'm gonna love you all my life. The world may rearrange and the colors they may change. Oh, I'm gonna stay right by your side. I'm gonna live to make you smile. The rivers they may run and the changes they may come. Oh, when the light is out of reach and the answers they may seem hard to find, and the castles start to fall and the only words you know are why. കർത്താവേ, അടിയങ്ങൾക്ക് സന്തോഷമായ ഒരു ദിവസം കൂടി വന്നല്ലോ. കർത്താവേ, നിങ്ങളുടെ യാത്രയിലും എല്ലാവരും കൂടി നിന്നും പ്രിയപ്പെട്ട ഈ ഭവനത്തിൽ എത്തിച്ചേരുവാനും ഇവിടെ യാത്രയിൽ അവർ കൂടി നിന്നും അടിയങ്ങൾക്കും കർത്താവെ സമാധാനത്തോടും തോന്നാതെ വെള്ളം അടിയങ്ങൾക്ക് കർത്താവെ നിഗൂഢമായിരുന്നെങ്കിലും അവിടുന്ന് അതെല്ലാം വെളിപ്പെടുത്തി തുടങ്ങി അടിയങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുകയും മനുഷ്യരെക്കാൾ ഉപരിയായി അവിടുന്ന് കർത്താവെ മാറാം പ്രാർത്ഥിക്കുന്നു. Thought I'd seen it all till I saw you. London in the fall and Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. But I was lost at sea and I